സ്ഥലം നിങ്ങൾക്ക് മനസ്സിലായി. ഒരിക്കലും കോഴിക്കോട് വന്നാൽ മിസ് ചെയ്യാൻ പറ്റാത്തൊരു സ്ഥലം കൂടെയാണ്. കോളേജ് സ്റ്റുഡൻസിനൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലം കൂടെയാണ്. പക്ഷെ വീട്ടിൽ ഇപ്പമാര് നമ്മളധികം കൊണ്ടുപോകും. വേറെ ഒന്നും ഉണ്ടായിട്ടല്ല, അവരുടെ പോക്കറ്റ് കീറുന്നുള്ള പേടിയുണ്ട്. അപ്പൊ ഞാൻ വലിച്ചു നീട്ടണില്ല. ഇത് നമ്മുടെ സ്വന്തം മിഠായി തെരുവ്. ബാബ കോഴിക്കോടിലെ എയർപോർട്ടിലാണ് ലാൻഡ് ചെയ്യണത് എന്ന് അറിഞ്ഞപ്പോ തന്നെ ഒന്ന് മിഠായി തെരുവിലേക്ക് പോകണം എന്നുള്ളത് ഞാൻ പ്ലാൻ ഇട്ടത്. വേറെ ഒന്നും ഉണ്ടായിട്ടല്ലടോ, കുറെ മാസങ്ങളായി ഒന്ന് അവിടെ എത്താൻ വേണ്ടി കഷ്ടപ്പെടും. കാര്യം നല്ല സെലക്ഷനും പോരാത്തിന് നമുക്ക് നല്ല അഫോർഡബിൾ ആയിട്ടുള്ള ഡ്രസ്സസ് നമുക്ക് കിട്ടും. ഒരു കട എന്റെ അടുത്ത് സജസ്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ കഷ്ക സജസ്റ്റ് ചെയ്യും. ഒന്ന് ജസ്റ്റ് വിസിറ്റ് ചെയ്ത് നോക്കുക. നല്ല ഡ്രസ് കളക്ഷൻസും അതുപോലെ നല്ല അഫോർഡബിൾ ആയിട്ടുള്ള സാധനങ്ങളാണ് ഉള്ളത്. കയറി കഴിഞ്ഞാൽ ഒരു ദിവസം ഫുള്ള് വേണം ഒന്ന് ചുറ്റിക്കറങ്ങാൻ. ഉണ്ടായിട്ടല്ല, കുറെ കടകളും നമ്മളെ കുറെ ആൾക്കാർ മാടി മാടി വിളിക്കും. അതുപോലെ പൈസയും കൊണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കുശാലായിട്ട് നമ്മുടെ സ്വന്തം ഡൽഹിയിലെ മിനി സരോജിനി നഗർ എന്ന് വേണമെങ്കിൽ ഇവിടെ അറിയപ്പെടാം. ഒന്നും ഉണ്ടായിട്ടല്ല, നല്ല അഫോർഡബിൾ ആണ്. പക്ഷേ സരോജിനി മാർക്കറ്റിൽ അധികം ത്രിഫ്റ്റ് പീസസ് ആണെങ്കിൽ ഇവിടെ മൊത്തം ഫ്രഷ് പീസസ്. അതുവരെ ഞാൻ ഡ്രൈവ് ചെയ്തുകൊണ്ട് തന്നെ ബാബു വന്നപ്പോ ബാബാക്ക് ഞാൻ ആ സീറ്റ് അങ്ങോട്ട് കൊടുത്തു. നമ്മൾ മിഠായി തെരുവിലും അധികം നിന്നില്ല, കാരണം ബാബാക്ക് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. 3 മണിയായിട്ട് ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. പോണ വഴിക്ക് കഴിക്കാൻ പറഞ്ഞ ഏതോ ഒരു ഹോട്ടലിലും കയറി ഭയങ്കര ഫ്ലോപ്പ് ആയിരുന്നു ഫുഡ്. നെയ്ച്ചോറ് ഉണ്ടാക്കി വെച്ച പോലെ ഉണ്ടായിരുന്നു. വിശപ്പില് പിന്നെ വേറെ ഒന്നും അറിയാത്തതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും പട കഴിച്ചു. പോകുമ്പോ നല്ല സുഖമായിരുന്നെങ്കിലും തിരിച്ചു വരുമ്പോ ഒടുക്കത്തെ ബ്ലോക്ക് ആയിരുന്നു. പിന്നെ കുറച്ച് ചായയും കുടിച്ച് അവിടെ പോകുമ്പോ 2-2.5 മണിക്കൂറിന്റെ ഉള്ളിൽ അവിടെ എത്തിയെങ്കിലും ഞങ്ങൾ തിരിച്ചു വന്നപ്പോ നല്ല ലേറ്റ് ആയി. ഇനി നിങ്ങൾക്ക് മിഠായി തെരുവിലെ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്താൽ മതി. അവിടെ കുറെ അഫോർഡബിൾ ആയിട്ടുള്ള കുറെ ഷോപ്സ് ഉണ്ട്. പോരായിട്ട് നല്ല മോഡസ്റ്റി വേഴ്സും കൂടെയാണ്. നാളെ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ ഫോളോ ചെയ്ത് കൂടെ കൂടിക്കോളൂ.